എസ് എഫ് ഐക്കാർ ആംബുലൻസ് തടഞ്ഞ് ആക്രമിച്ചു. ആ ആംബുലൻസിൽ പരിക്കേറ്റ KSUക്കാരാണ് ഉണ്ടായിരുന്നത്. മാധ്യമങ്ങളുടെ വികാരം പൊട്ടിയൊഴുകാൻ വേറെന്തു വേണം? എസ് എഫ് ഐക്കാർ KSUവിൻ്റെ കൊടി നശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ധാർമ്മിക ച്യുതിയെപ്പറ്റി പ്രഭാഷണം നടത്താൻ വേറെന്തു വേണം? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് എസ് എഫ് ഐക്കാർക്ക് ട്യൂഷൻ എടുക്കുന്നത് കേൾക്കാൻ നല്ല ചേലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം നീചകൃത്യങ്ങളെ അപലപിക്കാൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വരാത്തത് എന്നൊക്കെ വിലപിക്കുന്നുണ്ടായിരുന്നു ചാനൽ പൈങ്കിളികളും മഹാകാഥികന്മാരും. കാലിക്കറ്റ് സർവകലാശാലയുടെ D-സോൺ കലോത്സവത്തിനിടെ കമ്പിവടി കൊണ്ടും കസേര കൊണ്ടും SFI പ്രവർത്തകരെ മൃതപ്രായരാക്കും വിധം ക്രൂരമർദ്ദനം KSUവിൻ്റെ ഗുണ്ടകൾ അഴിച്ചുവിട്ടപ്പോഴൊന്നും ഉണ്ടാവാത്ത കരച്ചിലായിരുന്നു ആംബുലൻസ് തടഞ്ഞ ദൃശ്യം വന്നത് മുതൽ. D-സോൺ കലോത്സവത്തിൽ ആരംഭം മുതലുണ്ടായ സംഘാടന പിഴവ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മത്സരാർത്ഥികൾ ആക്ഷേപവും ഉന്നയിച്ചു. പരാതിപ്പെട്ട മത്സരാർത്ഥികളെ സംഘാടകരും KSU MSF നേതാക്കളും ഏകപക്ഷീയമായി ആക്രമിക്കുകയായിരുന്നു. അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വട്ടം കൂടി അടിച്ച് നശിപ്പിക്കുകയാണ് വിദ്യാർത്ഥികളെ. 20 വയസ്സുള്ള SFI നേതാവ് ICUവിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ്. 40 കഴിഞ്ഞ KSU ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ക്രൂരമായ മർദ്ദനം. ധൈര്യമായി കൊന്നു, ഞാൻ ജയിലിൽ കിടന്നോളാം എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ടായിരുന്നു അക്രമങ്ങൾ അത്രയും. ഏകപക്ഷീയമായി SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ചാനലുകളും പത്രങ്ങളും വാർത്ത നൽകിയത് തൃശ്ശൂരിൽ SFI UDSF സംഘർഷമെന്ന്. മേമ്പടിയായി പരിക്കേറ്റ KSUക്കാരുമായി പോയ ആംബുലൻസ് SFIക്കാർ തടഞ്ഞു എന്ന ചിത്രവും കഥയും. പക്ഷെ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ സീനാകെ മാറി. ആംബുലൻസിൽ ഉല്ലസിച്ച് യാത്ര ചെയ്യുന്ന KSUക്കാരുടെ ചിത്രം അവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. അതുവരെ ഗുരുതരമായി പരിക്കേറ്റ KSUക്കാരെ കൊണ്ടുപോകാൻ നിലവിളി ശബ്ദമിട്ട് വന്ന ആംബുലൻസ് തടഞ്ഞതിനെക്കുറിച്ച് വാചാലരായ ചാനൽ കഥാപ്രസംഗക്കാർക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധം KSUവിൻ്റെ കാപട്യം വെളിപ്പെട്ടു. അക്രമികൾക്ക് രക്ഷപ്പെടാനാണ് ആംബുലൻസ് ഉപയോഗിച്ചത്. അതിലെ അധാർമികതയൊന്നും ആർക്കും പ്രശ്നമല്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ രോഷം കൊള്ളുകയോ കഥാപ്രസംഗം നടത്തുകയോ ചെയ്തില്ല. SFIയുടെ പ്രവർത്തകർ ഏകപക്ഷീയമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും അവർക്കത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ SFI KSU സംഘടന. മാധ്യമങ്ങളുടെ കോടതിയിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഒരേ നീതി. SFI രൂപം കൊണ്ട 1950കൾ മുതൽ ഇതുതന്നെയാണ് കഥ. കലോത്സവത്തിലെ അതിക്രമം തൃശ്ശൂരിലെ മാത്രം പ്രശ്നമല്ല. ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് സോണൽ കലോത്സവം നടക്കുമ്പോഴും ഇതുപോലെ ആക്രമണം അഴിച്ചുവിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കലോത്സവ വേദിയിൽ വെച്ചാണ് കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്ന RK കൊച്ചനിയനെ KSU ക്രിമിനൽ സംഘം തൃശ്ശൂരിൽ വെച്ച് കൊലപ്പെടുത്തിയത്, അതും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ. തല്ലിയാലും കൊന്നാലും കോൺഗ്രസും KSUവും മാധ്യമങ്ങൾക്ക് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ്. അവരുടെ കൂടി തണലിലാണ് KSUക്കാർ എക്കാലവും ക്യാമ്പസുകളിൽ ഇളം ചോര വീഴ്ത്തിയിട്ടുള്ളത്. ഖദറിലും ഖദർധാരികളുടെ കയ്യിലും തുരച്ച കുട്ടികളുടെ ചോരയുടെ മായാത്ത കറ മാധ്യമങ്ങളെ നിങ്ങളുടെ ശരീരത്തിലുമുണ്ട്. നിങ്ങൾക്കത് എളുപ്പമൊന്നും മായ്ക്കാൻ കഴിയില്ല. അറേബ്യയിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും ആ ചോരമണം നിങ്ങളിൽ നിന്ന് മായുകയില്ല. കാരണം ക്യാമ്പസ് കൊലകളിലെ കൂട്ടുപ്രതികളാണ് മാധ്യമങ്ങളെ നിങ്ങൾ.